ക്വാമി പെപ്പറെ കളയാനിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും വീണ്ടും തിരിച്ചടികൾ എന്ന് തന്നെ പറയണം. അതായത് ക്വാമി പെപ്പർ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കളിയിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് 2 അസിസ്റ്റും അതുപോലെ തന്നെ 1 ഗോളുമാണ്. അത് മാത്രമല്ല അദ്ദേഹം കളിയിൽ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം, നമ്മളോട് ഇവാൻ വുക്കോമനോവിച്ച് പറഞ്ഞൊരു കാര്യം, ഒരുപക്ഷെ ക്വാമി പെപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സീസൺ ഞാൻ എടുത്തേനെ ഒന്ന് അദ്ദേഹം പോയ സമയത്ത്, അതായത് അവസാനം മാച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സോ അദ്ദേഹം കണ്ട ഒരു ടാലൻറ്റ് ഇത് തന്നെ ആയിരിക്കും. കാരണം ക്വാമി പെപ്പർ തുടർച്ചയായിട്ട് ഗോളടിക്കുന്നു മാത്രമല്ല അസിസ്റ്റും നൽകുന്നു. അതാണ് എടുത്തു പറയേണ്ടത്. നമുക്ക് പെപ്പർ ഒരിക്കലും ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ എന്നൊന്നും പറയാൻ സാധിക്കില്ല. ബട്ട് അദ്ദേഹം അതായത് അപ്രതീക്ഷിതമായി ഗോളടിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഗോളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ വരുന്നത്. ഉറപ്പായിട്ടും ഗോളടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അടിക്കണമെന്നില്ല. ബട്ട് ഒരു അപ്രതീക്ഷിത ടൈമിൽ അദ്ദേഹം എപ്പോഴും ഗോളടിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൽ ഒരു ടാലൻ്റ് ഉണ്ട്. ബട്ട് നമുക്കൊരു ക്ലിനിക്കൽ സ്ട്രൈക്കറിനെയാണ് ആവശ്യം. ചിലപ്പോൾ ഇനിയും സൊട്ടീരിയെ കളയാനുള്ള ചാൻസുകൾ വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ സൊട്ടീരിയെ കളഞ്ഞിട്ട് മറ്റൊരു പുതിയ താരത്തെ കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ക്വാമി പെപ്പറെ കളയാൻ തോന്നുന്നില്ല. കാരണം അദ്ദേഹം മികച്ച പെർഫോമൻസ് ആണ് എന്താ പറയുക പ്രീ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോച്ചിനും വളരെ ഇഷ്ടപ്പെട്ട് കാണും. കാരണം അദ്ദേഹം കാരണമാണ് കഴിഞ്ഞ കളി നമ്മൾ ആദ്യത്തെ ഗോൾ നമ്മൾ ഭയങ്കര മിസ്റ്റേക്കിലൂടെ വരുത്തി. അത് കഴിഞ്ഞ് തിരിച്ചടിക്കാനൊക്കെ കാരണം ക്വാമി പെപ്പർ തന്നെയാണ്. അതിൻ്റെ ആ ഒരു അസിസ്റ്റ് മറ്റുള്ള കാര്യങ്ങളാണ്. സോ ഇതിനകത്തുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഇത് പ്രീ സീസൺ അനുസരിച്ച് എനിക്ക് തോന്നുന്നൊരു കാര്യം.